ലോകത്ത് വേറെ പണ്ഡിതന്മാരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ നമ്മുടെ ഈ സഹോദരന്മാർ തെറ്റിദ്ധരിച്ച പാവപ്പെട്ട നമ്മുടെ സഹോദരന്മാർ പിന്നെ ചോദിക്കുന്ന ചോദ്യമാണ്, വേറെ ഏതെങ്കിലും മഹാന്മാർ ഈ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്, ധാരാളം മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ജാമിഉൽ അഹ്കാം എന്ന് പറഞ്ഞ ഹംബലി ഹനഫി മദ്ഹബിലെ കിതാബ് എഴുതിയ ജാമിഉൽ അഹ്കാം എന്ന് പറഞ്ഞ കിതാബ് എഴുതിയ ഇമാം അബൂബക്കർ ജുസ്വാസ്, ഒരു പക്ഷെ അയാളെ നിങ്ങൾ കേട്ടിട്ടുണ്ടായില്ല. എന്തുകൊണ്ടാ? നമ്മളവിടുത്തെ മുസ്ലിമീങ്ങളൊക്കെ ഷാഫിയാക്കളാ. അപ്പൊ ഷാഫി മദ്ഹബിലെ ഇമാം ഷാഫിയെ, ഇമാം നവവിയെ, റാഫി ഇമാമിനെ, റംലി ഇമാമിനെ ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുള്ളൂ. ഹനഫി മദ്ഹബിൽ മുടിചൂടാമന്നൻ, എന്റെ ഓർമ്മയിൽ 10-ലധികം കിതാബിന്റെ കർത്താവ്, അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വായിക്കാൻ സമയമുണ്ട്. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? അധമന്മാര് ദീൻ കൊണ്ട് കളിക്കാൻ അള്ളാഹിന്റെ റസൂലിന്റെ മുഅ്ജിസത്ത്, അതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി നിരീശ്വരവാദികളെ പോലത്തവർ കടത്തിക്കൂട്ടിയ ആശയമാണിത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി സയ്യിദ് റഷീദ് റളിയല്ലാഹു പറഞ്ഞ ഞാൻ പോകുന്നില്ല. ഇനി തഫ്സീർ മറായി ഒന്ന് എടുത്ത് മറിച്ച് നോക്കണ്ടി. തഫ്സീർ അൽ മറായി, മുസ്തഫ അൽ മറായിയുടെ, അതിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, മഹാന്മാര് പറഞ്ഞാലേ അംഗീകരിക്കാവൂ, അങ്ങനെയുണ്ടോ? ഖുർആനിലും സുന്നത്തിലും ഒരു കാര്യം വ്യക്തമായി പറഞ്ഞാൽ പണ്ഡിതന്മാര് പറയണമെന്ന് ആരാ പഠിപ്പിച്ചെന്നത്? ഇവിടെ തറാവീസ്കാർ എത്ര റക്അത്താ നമ്മൾ നിസ്കരിക്കുന്നത്? മഹാന്മാര് ഷാഫി ഇമാം, ഹനഫി ഇമാം, ഹംബലി ഇമാം ഒക്കെ എത്രയാ പറഞ്ഞത്? 23 റക്അത്ത്. നമ്മളോ 11 റക്അത്ത്. അവിടത്തെ മഹാന്മാരെ ഒഴിവാക്കാം. കാരണം എന്താ? അള്ളാന്റെ റസൂലിന്റെ ഹദീസ് ഇങ്ങനെയാണ്. ഇവിടെ അള്ളാഹ് പറയണത് അള്ളാന്റെ റസൂലിന് സിഹിർ ബാധിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ആൾക്കാർ പറയാം അല്ല ബാധിച്ചിട്ട്, അത് അങ്ങോട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഖുർആൻ അത് വലിച്ചെറിഞ്ഞോളൂ, ഇതുകൊണ്ട് അംഗീകരിച്ചോളൂ. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഹദീസ് നിഷേധികളാണ്. പിന്നെ കുറെ കാര്യങ്ങൾ പറയാണ്ട് സുഹൃത്തുക്കളെ. പിന്നെ ബുഖാരിയിലെ ഈ ഹദീസുകൾ പലയിടത്തും പല ആശയ പറഞ്ഞത്. ചിലർക്ക് കിണർ കുഴിച്ചു മൂടി, ചിലർക്ക് കിണറ്റിൽ നിന്ന് അത് എടുത്ത് ആ സിഹിറിന്റെ ഭൗതിക വസ്തുക്കളെ എടുത്തിട്ടാണ്ട് നശിപ്പിച്ചു, വൈരുദ്ധ്യാണ് പറഞ്ഞത്. നബിക്കു ഇത് ബാധിച്ച കാലയളവ് വൈരുദ്ധ്യാണ് പറഞ്ഞത്. ലബീദ് ബിൻ അസ്സമിനെ പറഞ്ഞുള്ളത് അവിശ്വസനീയമായ പല കഥകളുമാണുള്ളത്. ഇങ്ങനെ പലതുകൊണ്ടും അള്ളാഹുവിന്റെ റസൂലിനെ നമുക്ക് മഹാനായി കാണേണ്ടതുണ്ട്, ലോകത്തിന്റെ മുമ്പിൽ അങ്ങനെ അവതരിപ്പിക്കേണ്ടതുണ്ട്. ആ റസൂലുള്ളാഹി 6 മാസം വട്ടുപിടിച്ചവനല്ല എന്ന് പറയേണ്ടത്. അത് പറഞ്ഞവരൊക്കെ കുടുങ്ങി. അത് പറഞ്ഞവർ ബഹുമാന്യനായ മമ്മക്ബർ വലിയ മഹാന, അദ്ദേഹം അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഒരു പാതിരിയുടെ മുമ്പിൽ അദ്ദേഹം ഇടങ്ങേറായി. പാതിരി ചോദിച്ചു, 6 മാസം തലക്ക് വെളിവില്ലാതെ പറഞ്ഞ ആളെ എങ്ങനെ അംഗീകരിക്കും? അങ്ങനെ പറഞ്ഞ മുഹമ്മദിന്റെ വാക്ക് എങ്ങനെ അംഗീകരിക്കും? മറുപടി ബബബായി പോയി. ആ ക്ലിപ്പ് സൗകര്യം പോലെ പോയിണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിച്ച് ബഹുമാനത്തോടു കൂടി ജീവിച്ച് മരിക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ.